ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ ഒരു എൽഫി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് അഗെയിൻ നമ്മൾ ഡ്രസ് ഹോളാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷോർട്ട് ടോപ്സ് ആയിട്ട് മാക്സി ഡ്രസ് ആയിട്ടുള്ള വീഡിയോസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായത് നമ്മളിന്ന് ചെയ്യുന്നത് മിന്ത്ര ഹോൾ വീഡിയോ ആണ്. മിന്ത്ര ഹോൾ വീഡിയോ നമ്മൾ ഇത്രയും നല്ലൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അത് എന്നെ പിടിച്ചോ മിന്ത്ര ഹോൾ വീഡിയോ. ഓക്കെ, നമ്മളിന്ന് ബഡ്ജറ്റ് ചെയ്തേക്കുന്ന ഒരു 1000 ആയിട്ടുള്ള 1000-നും 500-ൻ്റെയും ഇടയ്ക്ക് നിൽക്കണതാണ്. അതിൻ്റെയും ബിലോ ആയിട്ടുള്ള ഡ്രസ്സുകളില്ല, 1000-ൻ്റെ താഴെ നിൽക്കുന്ന കുറച്ച് ഡ്രസ്സസ്, അതായത് മാക്സി ഡ്രസ്സുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റായിട്ട് പരിചയപ്പെടാം. ഞാൻ പർച്ചേസ് ചെയ്ത ടൈമിൽ എന്തോ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 2 days 3 days കഴിഞ്ഞപ്പോൾ തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും എന്താണ് ഓഫേഴ്സ് കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സുകളുടെ എല്ലാം വീഡിയോ കാണാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഞാൻ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇത്രയുണ്ട് കേട്ടോ. ഒരു 6 ജോഡി ഡ്രസ്സുകളാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മാക്സി ആണ് കൂടുതൽ പർച്ചേസ് ചെയ്തില്ല. പിന്നെ ഒരു ഷോർട്ട് ടോപ്പ് ഉണ്ട്. എനിക്ക് ആ ടോപ്പ് കണ്ടിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഫോട്ടോയിൽ തോന്നിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് കൊള്ളാവോ, നല്ലതാണോ, എങ്ങനെയുണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി, റേറ്റിൻ്റെ ഇതെങ്ങനെയുണ്ട്, ഇറക്കമുണ്ടോ അല്ലയോ, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുള്ള് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വർത്തമാനം പറയാതെ പ്രോഡക്റ്റ്സുകൾ കാണാം. ഞാൻ പറഞ്ഞില്ല ഇത്രയധികം പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിലിരിക്കുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. ഇതാട്ടോ ആദ്യത്തെ പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് നല്ല ക്രേപ്പ് മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ളൊരു മാക്സി ഡ്രസ്സാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മാക്സി ഡ്രസ്സാണ് ആൻഡ് ഓൾസോ നല്ല മെറ്റീരിയലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്രാവശ്യം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഒരു മാക്സി ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ല ക്രേപ്പ് മെറ്റീരിയൽ, നല്ല ബ്രൗണിഷ്, വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ ഡ്രസ്സ്. ഈ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലാക്ക് ലേസ് ആട്ടോ. ഇങ്ങനെ ലേസ് പോയിട്ടുണ്ട് താഴെ വരെ. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഗോൾഡൻ ബട്ടൺ ആണ് കണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് കംപ്ലീറ്റ് താഴെ വരെ പോയേക്കുവാണ്. നിങ്ങൾക്കിത് വേണം ഓപ്പൺ ആക്കി ഇടാൻ കേട്ടോ. ഷ്രഗായിട്ട് യൂസ് ചെയ്യാം ആൻഡ് മാക്സി ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സാണ്. നമുക്ക് ഷോർട്ടാക്കിയിട്ട് മടക്കി വെച്ചിട്ട് ഇവിടെ ബട്ടൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവർ കാണിച്ചേക്കുന്നത് ഫുൾ സ്ലീവ് ആക്കിയിട്ടാണ്. ആൻഡ് കോളർ നെക്കാണ് വന്നേക്കുന്നത്. സൈസ് വന്നിട്ട് XS ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം XS S അങ്ങനെയാട്ടോ എടുക്കുന്നത്. ഞാൻ എപ്പോഴും 32 ഇഞ്ചസിൻ്റെ നോക്കിയാണ്. വൃത്തികെട്ടാൽ മാത്രമേ ഞാൻ ഒരു മീഡിയം പർച്ചേസ് ചെയ്യുള്ളൂ. കാരണം സ്റ്റോക്കില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ മീഡിയം എടുക്കുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കറക്റ്റ് സൈസിലാണ് എടുക്കുന്നത്. കാരണം 32 ഇഞ്ചസ് മെഷർമെൻറ്റിൽ വരുന്ന XS അല്ല S ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എപ്പോഴും XS ആയിരിക്കും കൂടുതൽ ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ഫിറ്റ് കറക്റ്റ് ആവണമെങ്കിൽ XS ആയിരിക്കും. S ആണെങ്കിൽ ചില പ്രൊഡക്റ്റ് ഇച്ചിരി ലൂസായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് തന്നെ കണ്ടോ. ഇവിടെ ഒരു ലേസിൻ്റെ ഷോൾഡറിൻ്റെ പോർഷനിൽ നല്ല ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ലേസ് ആട്ടോ. പക്ഷേ അത് നെറ്റ് പീസ് കൊണ്ടാണ് ആ ലേസ് അവർ കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയാണ്. ആ ബ്രൗണയിൽ ആ ഒരു ബ്ലാക്കിഷ് കളർ പോയപ്പോൾ ഒരു നല്ലൊരു ഭംഗി ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ഞാൻ നല്ല ഷ്രഗായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജീൻസിനൊക്കെ വെയർ ചെയ്തിട്ട് ഒരു ടീഷർട്ട് ഉള്ളിലിട്ടിട്ട് നമുക്ക് ഷ്രഗായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് നമുക്കൊരു ഡ്രസ്സായിട്ട് വെയർ ചെയ്യാം, മാക്സി ഡ്രസ്സായിട്ട്. അതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റാണ്. ഇത് വന്നിട്ട് ഡെനീമിൽ ഒരു മാക്സി ഡ്രസ്സാണ് ആൻഡ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത്. ഫ്രണ്ടിൽ എംബ്രോയ്ഡറി ആയിട്ട് വന്നിട്ടുള്ള നല്ല പക്ക ഡെനിം മെറ്റീരിയലിൽ നല്ല ഒരു ജീൻസിൻ്റെ മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ. ഫുൾ ലെങ്ത് ആണ്. കൈയില്ല കേട്ടോ. ഒരു ബ്ലാക്ക് ഇന്നർ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. അതിനൊരു ഇതാവുള്ളൂ. സ്ലീവ്ലെസ് ആയിട്ട് വെയർ ചെയ്യുന്നവർക്ക് അടിപൊളി. സ്ലീവ്ലെസ് ആയിട്ട് ഞാനും വെയർ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ സ്ലീവ്ലെസ് ആണ് നല്ല രസം. ഇന്നർ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇച്ചിരി കുറയും. പക്ഷേ സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ. നല്ല ഡെനിം മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത്. സ്ലീവ്ലെസ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ബാക്ക് പോർഷൻ എന്ന് പറഞ്ഞത് ഇതുപോലൊരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെയർ ചെയ്യാൻ വേണ്ടി സൈഡിൽ ഒരു സിബും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഇതെല്ലാം 1000-ന് ബിലോണ്. ഇത് വന്നിട്ടൊരു 700-ന് ഉള്ളിൽ വന്ന ഡ്രസ്സാട്ടോ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇതുവരെയായിട്ട് വാങ്ങിയിട്ടില്ലാത്തൊരു ഡ്രസ്സാണ്. ഇതാണ് ആ ഡ്രസ്സ് വന്നിട്ട് കണ്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു വർക്കും കാര്യങ്ങളല്ല, പ്ലെയിൻ ആയിട്ടുള്ള പോളിസ്റ്റർ മെറ്റീരിയലിനകത്ത് ഇങ്ങനെ
പ്ലേറ്റഡ് ആയിട്ടുള്ള സ്കേർട്ട് പോലെ വന്നിരിക്കുന്ന ഒരു ഗൗണാണിത്. 3/4 സ്ലീവാണ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം 800 ബിലോ അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ഓർക്കില്ല. ഫോട്ടോയിൽ കാണുന്ന കളറല്ല കേട്ടോ. ഒരു നേരിട്ട് ഇച്ചിരി ഡാർക്ക് കളറുണ്ട്. ഇപ്പം ഇച്ചിരി കൂടെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കൊടുത്ത റേറ്റിനുള്ള മുതൽ ഈ സാധനമില്ല. ഇതാരും ബൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ല. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഷോ ചെയ്യാൻ നല്ലതാണ്. പക്ഷേ നമുക്ക് വെയർ ചെയ്യാൻ അത്ര സുഖമില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതിനൊരു ഡിസൈനും പാറ്റേൺസും ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് അതൊരു സുഖമില്ല, അത് കാണാനും ഒരു സുഖമില്ല. ഫോട്ടോയിൽ നല്ല ലുക്കാണ്, നേരിട്ട് കാണാൻ ഒരു ലുക്കില്ല. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് ഇതും വന്നിട്ട് ഒരു മാക്സി ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. നല്ല രസമാട്ടോ, നല്ല സോഫ്റ്റ് റയോണിൽ വന്നേക്കുന്ന നല്ലൊരു ഡ്രസ്സാട്ടോ. ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാട്ടോ. ഇത് വന്നിട്ട് മാക്സി ഡ്രസ്സാണ്. കോളർ നെക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സസ് ആട്ടോ. ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സസ് ആണ്. ആൻഡ് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ്. ഇച്ചിരിയുടെയും ഡാർക്ക് കളറാണ്, വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഡാർക്ക് കളറാണ്. നിങ്ങൾ കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണിത്. ആൻഡ് വന്നിട്ട് 3/4 സ്ലീവാണ്. ആൻഡ് ഇതുപോലെ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ അവർ ഷോ ചെയ്യാൻ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബട്ടൺസ് വന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ്. ഇത് വന്നിട്ട് ഫുള്ളായിട്ട് നേരത്തെ ഡ്രസ്സ് പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കി ഇടാൻ പറ്റും, ഷ്രഗായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് മാക്സി ഡ്രസ്സാണ്, നല്ല ഡ്രസ്സാട്ടോ. നല്ല റയോണി വന്നേക്കുന്നത്, നല്ല പ്രിൻ്റാണ്. ആൻഡ് ഇത് കണ്ടോ, ഇങ്ങനത്തെ അകം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും കളർ പോകില്ല കേട്ടോ. ഇങ്ങനത്തെ പ്രിൻറ്റുകൾ അകം വെളുത്തായിരിക്കുന്നെങ്കിൽ ഒരു തുണിയുടെ കളർ പോകില്ല. നല്ല മെറ്റീരിയലാണ്, നല്ല ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 700 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. നല്ല മാക്സി ഡ്രസ്സാണ്, എയർലൈൻ പോലെ കിടക്കും കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. നല്ല മാക്സി ഡ്രസ്സാണ്, ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. നല്ല ഡ്രസ്സായിട്ട് ഇത്രയും മേടിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ആ ഡ്രസ്സാണ്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഇത് വന്നിട്ട് ഒരു പാകിസ്ഥാനി സ്യൂട്ട് പോലെ ഇരിക്കും. ഫ്രണ്ടിൽ 2 പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഒരു കോളർ പീസാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. ഇത് വന്നിട്ട് ഫുൾ സ്ലീവാണ്. ആൻഡ് നിങ്ങൾക്ക് ഷോർട്ടാക്കി സ്ലീവ് ചെയ്യണമെങ്കിൽ, അതായത് 3/4 സ്ലീവ് ചെയ്തിട്ട് വേണമെങ്കിൽ മടക്കി വെച്ചിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് വന്നിട്ട് ഒരു ബെൽറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് കണ്ടോ, ഫുൾ സ്ലീവാണ്, ബട്ടണാണ്. ഈ ബട്ടൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ഊരി യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഷ്രഗായിട്ട് യൂസ് ചെയ്യാം, ഗൗണായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ പ്രശ്നത്തെ അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഷ്രഗായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 2 യൂസ് ഉണ്ട് എല്ലാ ഡ്രസ്സിനും. ഇതൊരു പാകിസ്ഥാനി സ്യൂട്ടിൻ്റെ ലുക്കാണ്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ എനിക്ക് അത്രയ്ക്കും സ്യൂട്ടല്ല ഈ ഡ്രസ്സ്. പക്ഷെ കാണാൻ ഭയങ്കര ഒരു ഭംഗി കണ്ടിട്ട് എടുത്തതാണ്. ഇതാണ് ഈ ഒരു കളർ, എക്സാക്ട് കളർ കാണിക്കാനാണ് ഞാൻ ഇച്ചിരി ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് വരുമെന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഇത് കാണും, നിങ്ങൾക്ക് എക്സാക്ട് കളർ കാണാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാക്ട് കളർ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കണ്ടോ, ഒരു ബീച്ച് ഷെയ്ഡും ആൻഡ് ഒരു വുഡൻ കളർ എന്നൊക്കെ പറയില്ല, ലൈറ്റ് വുഡൻ ബ്രിക്ക് കളർ എന്നൊക്കെ പറയുന്നത് ആ ഒരു കളറാണ് ഇതിനകത്ത് ആഡ് ആയിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും മാക്സി ഡ്രസ്സ്, ഞാനാണ് 5 മാക്സി ഡ്രസ്സും ഒരു ഷോർട്ട് ടോപ്പുമാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ പ്രാവശ്യം. ഇത് വന്നിട്ട് ലൈറ്റ് ഷെയ്ഡിലുള്ള ചെക്കായിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇച്ചിരി വൈഡ് നെക്കാണ് വന്നിട്ട്, അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം ഇച്ചിരി എന്നെക്കാട്ടും വണ്ണമൊക്കെയുള്ള ഒരു മീഡിയം സൈസിലുള്ള ആൾക്കാർക്ക് അത്രയും പ്രശ്നമില്ല. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതത്രയും ബോറാണ്. വൈഡ് നെക്കാട്ടോ, നല്ല വൈഡ് നെക്കാണ്. ആൻഡ് ഷോർട്ട് സ്ലീവ്, ഒരു എലാസ്റ്റിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒരു എക്സാക്ട് കളറ് ഇങ്ങനെയാണ്. ഒരു പുതുമ ഫീൽ ചെയ്യാത്ത ടൈപ്പ് ഡ്രസ്സാണ്, പക്ഷെ നല്ല കേട്ടോ. എനിക്ക് കാണാനൊക്കെ ഇഷ്ടപ്പെട്ടു. ഇടുമ്പോഴും അത്രയും കുഴപ്പമില്ല, എന്നാലും അത്ര ഇഷ്ടമായില്ല എന്നുള്ളതാണ് സത്യം. ഫ്രണ്ടിൽ വന്നിട്ട് ടൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഇതുകൊണ്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലെയറായിട്ട് ചെയ്തേക്കാണ്. ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പാണ്, അതായത് മുട്ടിൻ്റെ അവിടം വരെ ഇറക്കമുള്ളൂ. ഇത് വന്നിട്ട് ടൈയുടെ ഒരു അതാണ് തൂങ്ങിക്കിടക്കണത്. ഇതാണ് മറ്റ് പിക്ചർ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നടുക്കത്തെ ഒരു പോർഷനിൽ വേറെ ഒരു കട്ടിങ് പീസ് ആഡ് ചെയ്തിട്ടുണ്ട്.
വേറെ കാര്യങ്ങളുള്ള സെയിം മെറ്റീരിയൽ കംപ്ലീറ്റ് അത് പോയേക്കാണ്. ഇതൊക്കെയാണ് നമ്മൾ മിന്ത്രയിൽ നിന്ന് ഈ പ്രാവശ്യം മേടിച്ച കുറച്ച് പ്രോഡക്റ്റ്സുകൾ. എല്ലാ പ്രോഡക്റ്റ്സും ഒന്നിനൊന്നിന് മെച്ചമാണ്. എന്നാൽ പോലും മറ്റേ ആ ബ്ലൂ ഷെയ്ഡിൽ കണ്ട ആ ഒരു ഡ്രസ്സ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അത്രയും നല്ല എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ചില പ്രോഡക്റ്റ്, അതായത് മീഷോയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി അത്രയും കുറവാണെങ്കിൽ ഡ്രസ്സിൻ്റെ ലുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ മിന്ത്രേനെ കുറ്റം പറയുമൊന്നും അല്ല കേട്ടോ. മിന്ത്ര ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ അത് ഹോണസ്റ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ റിവ്യൂസ് കണ്ട് നിങ്ങൾ ഒരാൾ പർച്ചേസ് ചെയ്തിട്ട് അതിനൊരു എന്താ പറയുക, അവൾ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ട് അതത്ര ഒരു ഷെയ്ഡില്ല എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാതിരിക്കില്ല. ചിലവർക്ക് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും, എനിക്കത് ഇഷ്ടപ്പെടില്ല. അപ്പം എനിക്കിഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സുകളെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി 5 പ്രോഡക്റ്റ്സ് ഓക്കെ, 5 പ്രോഡക്റ്റ്സ് അല്ല 4 പ്രോഡക്റ്റ്സ് നൈസായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ഈ വന്നിട്ട് ഷോർട്ട് ടോപ്പ് ഞാൻ പറഞ്ഞില്ല, ഒരു മീഡിയം സൈസുള്ള ഒരു വ്യക്തി വെയർ ചെയ്യുമ്പോൾ നൈസാണ്. എനിക്കൊന്ന് ഷോൾഡർ അത്രയും വിരിവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ പ്രശ്നം വരുന്നത്. ഏറ്റവും ചെറിയ സൈസാണ്, അതിലും ചെറിയ സൈസ് അതിനകത്തില്ല, എക്സസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളവർ വെയർ ചെയ്യുമ്പോൾ വേറൊരു ലുക്കാണല്ലേ. ചില ആൾക്കാരുടെ സ്കൾട്ടായിട്ട് വെയർ ചെയ്യുമ്പോൾ അത് വേറെ ഭംഗി, ചിലർക്ക് ഇച്ചിരി വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ചില ഡ്രസ്സുകൾ സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ചെറിയൊരു ഹോൾ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെല്ലാം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മൾ റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ബെല്ലൈക്കനാണ് അത് ഓളാക്കി ഇടുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് കെയർ.